بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله أما بعد. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അള്ളാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അള്ളാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള മഹാഭാഗ്യം അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകട്ടെ. അള്ളാഹുവിൻ്റെ മാസമായ പരിശുദ്ധ മുഹറമിൻ്റെ അനുഗ്രഹീതമായ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ട ധാരാളം കാര്യങ്ങൾ ചെയ്യാൻ റബ്ബ് നമുക്ക് തൗഫീഖ് നൽകട്ടെ. മുഹറം 10 നടന്നിട്ടുള്ള സംഭവ ബഹുലമായ ചരിത്രങ്ങൾ പലതും നമ്മൾ കേട്ടിട്ടുണ്ട്. ശ്രദ്ധേയമായ ഒരു സംഭവമാണ് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കെടുതി. മത്സ്യത്തിൻ്റെ വയറ്റിലകപ്പെട്ട് പുറത്തു വരുന്ന ആ മഹാകെടുതിയെക്കുറിച്ച് ഖുർആൻ പലയിടങ്ങളിൽ പറയുന്നുണ്ട്. ആ ചരിത്രത്തിൽ നമുക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. മുഹറം 10 വരുന്ന ഓർമ്മകളിൽ വലിയ ത്യാഗത്തെ പല പ്രവാചക ചരിത്രങ്ങളിൽ നിന്നും നാം പഠിച്ചെടുക്കുമ്പോൾ ഈ ചരിത്രത്തിൽ പാഠമായി ഉൾക്കൊള്ളാൻ ധാരാളം കാര്യങ്ങൾ ഖുർആൻ തന്നെ നമ്മുടെ മുന്നിൽ വിഭാവനം ചെയ്യുന്നുണ്ട്. ജീവിതത്തിൽ രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പ്രായോഗികമായ ഒരു പ്രാർത്ഥന ഖുർആൻ ആ സംഭവം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഉദ്ധരിക്കുന്നതും നമുക്ക് കാണാൻ കഴിയും. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ അംബിയാഇന്റെ ആയത്തുകളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വദന്നൂൻ ഇദ് ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات أن لا إله إلا أنت سبحانك إني كنت من الظالمين. ഈ ആയത്ത് ഓതി അവസാനിച്ചപ്പോൾ നിങ്ങൾ കേട്ടു, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ് ദാലിമീൻ. ഖുർആൻ പഠിപ്പിച്ചൊരു ദിക്റാണത്. ദുആകളുടെ നേതാവ് എന്നാണ് അതിനെക്കുറിച്ച് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതൊരു മുഹറം 10 ഗിഫ്റ്റാണ്. ഈ ആയത്ത് ഈ സംഭവം പറയുമ്പോൾ പരിശുദ്ധമായ ഖുർആൻ അവതരണത്തിന്റെ എല്ലാ പ്രൗഢിയും കൊണ്ടുവരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഓർക്കണം നബിയെ. ഒരു നിമിഷം തോന്നിയ കോപത്താൽ മഹാനവറുകൾ അള്ളാഹുവിന്റെ ശിക്ഷ വരാൻ വൈകിയതിൽ സ്വയം ഒരു ദേഷ്യം വന്നു. അത് പാടില്ലാത്തതാ. ഒരു പ്രവാചകനിലേക്ക് ചേർക്കുമ്പോൾ അത് പാടില്ലാത്തതാ. അങ്ങനെ മഹാനവറുകൾ ദേഷ്യപ്പെട്ടു പോയി. ഒരു കപ്പലിൽ കയറി യാത്ര തുടർന്നു. മഹാനവറുകൾ കയറിയതോടെ ഒരല്പം അങ്ങ് നീങ്ങാൻ പോലും കപ്പലിന് കഴിഞ്ഞില്ല. നിശ്ചലമായി. ആ നാട്ടിൽ ആ കാലഘട്ടത്തിന്റെ പതിവ്, യജമാനനിൽ നിന്നും പിണങ്ങി വരുന്ന അടിമ യാത്ര ചെയ്യുന്ന കപ്പൽ സഞ്ചരിക്കില്ല. അപ്പോൾ കപ്പലിലെ കപ്പിത്താന്മാർ, അതിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞു, ആരോ തന്റെ യജമാനനോട് പിണങ്ങി വന്ന് ഇതിൽ കയറിയിട്ടുണ്ട്. ആരാണെന്ന് ചോദിച്ചു. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മനസ്സിൽ താനാണ് അത് എന്ന് തോന്നിയതേയില്ല. അവസാനം ആളെ തിരിച്ചറിയാൻ വേണ്ടി ആ കാലഘട്ടത്തിന്റെ പതിവ് അങ്ങനെ ആ നെറുക്കിൽ യൂനുസ് നബിയുടെ പേര് വീണു. അവരെടുത്ത് വെള്ളത്തിലിട്ടു. ഇതാണ് സംഭവം. എവിടെയാ ആഴക്കടലിൽ വിഷന്നിതനായ ഒരു മത്സ്യം വാ പൊളിച്ച് നിൽക്കുന്ന നേരത്താ മഹാനവറുകൾ അതിലേക്ക് ഇട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കണേ. എവിടേക്കാ പോയത്, എങ്ങോട്ടാ പോയത്, ഏത് മത്സ്യ വിഴുങ്ങിയത്, എങ്ങനെ അന്വേഷിക്കാൻ കഴിയും? ഇത് വലിയൊരു കെടുതിയല്ലേ? ആ കെടുതിയിൽ നിന്നും മഹാൻ രക്ഷപ്പെട്ടത് മുഹറം 10.
അതിനുവേണ്ടി മഹാൻ ഉപയോഗിച്ച പ്രാർത്ഥന പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു തന്ന പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയെക്കുറിച്ച് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് പ്രാർത്ഥനകളുടെ നേതാവ് എന്നാണ്. മഹാനവറുകൾ ഇരുളുകളിൽ കിടന്നുകൊണ്ട് ദുആയിരുന്നു, അങ്ങനെ ഖുർആൻ പറഞ്ഞത്. ഫനാദാ ഫിദ്ദുലുമാത്, ഇരുളുകളിൽ. എന്താ ഇരുളുകൾ? ഇരുട്ടുകൾ എന്ന് പറഞ്ഞെന്താ? മത്സ്യത്തിന്റെ വയറ്റിൽ ചെന്നപ്പോ തന്നെ ഒരു ഇരുട്ടായി. കടലിന്റെ ആഴങ്ങളിലേക്ക് ചെല്ലുമ്പോൾ പ്രകാശം അവിടെ വിസരണം നടക്കാതെ, പ്രകാശ തരംഗങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു ആഴം കടലിന് ഉണ്ട് എന്ന് ഈ അടുത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ശാസ്ത്രം ഒന്നുകൂടി തെളിയിച്ചു. അങ്ങനെയുള്ള ഇടങ്ങളിലേക്ക് മത്സ്യം ഊളിയിട്ട് പോകുമ്പോൾ വീണ്ടും കടലിന്റെ അഗാധ ഗർത്തങ്ങളിലെ ഇരുട്ട്, രണ്ട് ഇരുട്ടായി. മത്സ്യത്തിന്റെ വയറ്റിലെ ഇരുട്ട്, കടലിന്റെ ആഴങ്ങളിലെ ഇരുട്ട്. മൂന്നാമതൊരു ഇരുട്ട് സ്വാഭാവികമായും സന്ധ്യ കഴിഞ്ഞാൽ വരുന്ന രാത്രിയുടെ ഇരുട്ട്. മൂന്ന് ഇരുട്ടുകളെയും ഈ ഒരൊറ്റ വാക്കിൽ പറഞ്ഞു. ഒരു മനുഷ്യൻ ഇത്രയും ഭയവിഹോലനാവാൻ, ടെൻഷനാവാൻ വേറൊന്നും വേണ്ട. ജീവനുണ്ടല്ലോ, സ്വാഭാവികമായും ടെൻഷൻ ഉണ്ടാവും. ഒന്നുകൂടി ആയത്ത് പറയാം. إذ ذهب مغاضبا فظن أن لن نقدر عليه فنادى في الظلمات. ആ ഇരുട്ടുകളിൽ മഹാൻ ദുആ ചെയ്തു. ഒരു ദിക്ർ ചൊല്ലിയട്ടെ. ഏതാ ദിക്ർ? അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. അങ്ങനെ ഒരു ദിക്ർ കേട്ടിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. മുഹറം 10ന്റെ പകലിൽ വർദ്ധിപ്പിക്കേണ്ട ദിക്റാണത്. ഖുർആൻ ഖുർആൻ. അല്ലാഹുവേ, നീ അല്ലാതെ ഒരാരാധ്യനില്ല അല്ലാ. നീ എത്ര പരിശുദ്ധനാണ് അല്ലാ. ഞാൻ എൻ്റെ നഫ്സിനോട് അക്രമം ചെയ്തു അല്ലാ, നീ പൊറുക്കണേ അല്ലാ. യൂനുസ് നബിയുടെ ദുആ, യൂനുസ് നബി ചൊല്ലിയ ദിക്ർ. ഫസ്തജബ്നാ ലഹു. കൂരിരുട്ടിൽ ആരും സഹായിക്കാനില്ലാത്തോടത്ത് മഹാനവറുകൾക്ക് ഈ ദിക്റിന്റെ ശക്തി കൊണ്ട് അല്ലാഹു മോചനം നൽകി. ഉടനെ ഉത്തരം കിട്ടി എന്ന് ഖുർആൻ. യൂനുസ് നബിക്ക് മാത്രമാണോ ഈ ദുആ ചൊല്ലിയാൽ, ഈ ദിക്ർ ചൊല്ലിയാൽ ഉത്തരം കിട്ടിയത്? നബിയേ, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ഖിയാമത്ത് നാൾ വരെ ആത്മാർത്ഥമായി ദിക്ർ ചൊല്ലി ചോദിക്കുന്ന ആർക്കും അല്ലാഹു വേഗത്തിൽ ഉത്തരം നൽകുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ആയത്ത് കേട്ടോളൂ. ഫസ്തജബ്നാ ലഹു. യൂനുസ് നബിക്ക് നാം വേഗത്തിൽ ഉത്തരം നൽകി. വനജ്ജൈനാഹു മിനൽ ഗം. ആ മനസ്സിന്റെ പെടച്ചിൽ, ആ മനസ്സിന്റെ നീറുന്ന ചിന്ത, അതിൽ നിന്നും നാം മഹാനവറുകൾക്ക് മോചനം നൽകി. വകദാലിക, മഹാനവറുകളെ മോചിപ്പിച്ച പോലെ, നൂജിൽ മുഅ്മിനീൻ. ഈ ദിക്ർ ചൊല്ലിയിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നവർക്കും അല്ലാഹു മോചനം നൽകുമെന്ന് ഖുർആൻ സൂറത്തുൽ അംബിയാ. മുഹറം 10 അതിന് പറ്റിയ ദിവസ, അത് ഓർമ്മപ്പെടുത്തിയ ദിവസ. മത്സ്യത്തിന്റെ വയറ്റിൽ എങ്ങനെയാ കിടന്നത്? ഇസ്മായിൽ അൽ ഹഖൽ ബറൂസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നു, ബി അൻ ഖദഫഹുൽ ഹൂത് ഇല സാഹിദി ബഅദ 4 സഅ. മഹാനവറുകളെ 4 മണിക്കൂറാണ് മത്സ്യം വയറ്റിൽ ചുമന്നുകൊണ്ട് നടന്നത് എന്നൊരു അഭിപ്രായമുണ്ട്. 4 മണിക്കൂർ, അതായത് മുഹറം 10ന്റെ അന്ന് പോയി അന്ന് തന്നെ പോകുന്നു എന്നതിനർത്ഥം. 4 മണിക്കൂർ. മറ്റൊരു അഭിപ്രായം ഔ സലാസതു അയ്യാം, 3 ദിവസം. അപ്പൊ മുഹറം 7-ന് പോയി, അല്ല മുഹറം 8-ന് പോയി, 8, 9, 10. അല്ലെങ്കിൽ ഒരു അഭിപ്രായം അനുസരിച്ച് 7 ദിവസമാണ്, അല്ലെങ്കിൽ ഒരു അഭിപ്രായം അനുസരിച്ച് 40 ദിവസമാണ്. ഏതായാലും പുറത്തു വന്നത് മുഹറം 10ന്റെ അന്നാ. ഈ ആയത്തുകളുടെ വ്യത്യസ്തമായ തഫ്സീർ നോക്കിക്കോളൂ. അള്ളാഹു നമ്മുടെ മുന്നിൽ കണ്ടീഷൻ പറയാ, അള്ളാഹു നമ്മുടെ മുന്നിൽ നിബന്ധന പറയാ. എന്താണ് നിബന്ധന? ഇത് ചൊല്ലി ദുആ ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് ഉത്തരം നൽകുമെന്ന് പരിശുദ്ധ ഖുർആൻ. വകദാലിക നൂജിൽ മുഅ്മിനീൻ. ജലാലുദ്ദീൻ സുയൂത്തി തങ്ങൾ ദുറുൽ മൻസൂറിൽ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. ഒരു ഹദീസ് കേട്ടോ, ഒരു ഹദീസ് കേട്ടോ. അനിൽ ഹസൻ റളിയല്ലാഹു അൻഹു ഖാല, ഹബീബായ നബിയിൽ നിന്നും മഹാന്മാർ പഠിച്ചത്, മഹാനായ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറയുകയാണ്,
പുണ്യ നബിയുടെ ഒരു വചനം, ഇസ്മുല്ലാഹിൽ അഅ്ലം അല്ലദീ ഇദാ ദുഇയ ബിഹി അജാബ. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം എന്ന് പറയുന്ന ഒരു മഹത്വരമായ വചനമുണ്ട്. ഇസ്മുൽ അഅ്ലം കേട്ടിട്ടുണ്ടല്ലോ, പഠിച്ചോന്റെ ഒരു പേരാണിത്. അത് ഏതാണ് അള്ളാഹിന്റെ ഇസ്മുകളിൽ ആ ഇസ്മെന്ന് അള്ളാഹു വ്യക്തമാക്കിയത് മറപ്പിച്ചു കളഞ്ഞു, അല്ലെങ്കിൽ മനുഷ്യർക്ക് വ്യക്തമല്ലത്. പക്ഷെ അങ്ങനെ ഒന്നുണ്ട്, അത് പല ഇടങ്ങളിലും ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. എന്നാ കേട്ടോളൂ, ഈ ഹദീസിൽ കേട്ടോളൂ, അള്ളാഹിന്റെ ഇസ്മുൽ അഅ്ലം ഉച്ചരിച്ചുകൊണ്ട് ഓതിക്കൊണ്ട് ഒരാൾ അള്ളാഹുവോട് എന്ത് ചോദിച്ചാലും, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഇസ്മുൽ അഅ്ലം നമ്മുടെ തിരിച്ചറിവിൽ അള്ളാഹു ബോധ്യപ്പെടുത്തി തന്ന് നമ്മളത് ഉച്ചരിച്ചാൽ പറക്കാൻ ചിറക് മുളയ്ക്കും എന്ന് പോലും ചരിത്രത്തിൽ കാണാം. അത്രയും വലിയ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇസ്മുൽ അഅ്ലം അത് ഓതി ദുആ എന്ന ഉത്തരവുണ്ട്. വഇദാ സുഇല ബിഹി അഅ്ത ഇദാ സഅല ബിഹി അഅ്ത. എന്നാൽ കേട്ടോളൂ, ആ ഇസ്മുൽ അഅ്ലം എവിടെ എന്നറിയുമോ? ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ് ളാലിമീൻ. ഇത് ചൊല്ലുന്നവർക്ക് അത് കിട്ടുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. രോഗങ്ങൾ വരാറില്ലേ? ഇത് വലിയൊരു മരുന്നാണ് ഈ ദിക്ർ. എന്റെ വക പറഞ്ഞതല്ല. മഹാനായ ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദറക്കിൽ പറയുന്നു, മുഹറം 10 ഗിഫ്റ്റായ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന ദിക്ർ രോഗത്തിന്റെ മരുന്നാ. രോഗത്തിന്റെ മരുന്നാ. ചില രോഗങ്ങൾ നമ്മളെ ഭയപ്പെടുത്താറുണ്ട്. ചിരിച്ചു കളിച്ച് നടന്ന മനുഷ്യന്റെ പുഞ്ചിരി മങ്ങിപ്പോകുന്നത് നമ്മെ അത്ഭുതപ്പെടുത്താറുണ്ട്. ഇന്ന് ലോഹറിന്റെ നേരത്തെ ഒരു മരണത്തെ ഞാൻ മുന്നിൽ കണ്ടു. ഒരാൾക്ക് കലിമ ചൊല്ലിക്കൊടുക്കാൻ എനിക്ക് ഭാഗ്യം കിട്ടി. ഒരു മഹാപണ്ഡിതർ നമ്മുടെ തൊട്ടടുത്ത ഹോസ്പിറ്റലിൽ മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത്, വെന്റിലേറ്ററിൽ നിന്നും റിലീസാക്കുന്ന നേരത്ത് ഞാൻ അവിടെയുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ സൂറത്ത് യാസീൻ ചെവിയിലോതി കൊടുത്തു. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുപേര് ചെവിയിൽ ചൊല്ലിക്കൊടുത്തു, സ്വലാത്ത് ചൊല്ലിക്കൊടുത്തു. മരണത്തിന്റെ അവസാനത്തെ പെടച്ചിലും പരിശുദ്ധ ഖുർആന്റെ അനർഘവചനങ്ങൾ കേട്ട ശരീരത്തിന്റെ മനോഹരമായ പ്രതികരണം ചിന്തിപ്പിച്ചു കളഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലയും ചൊല്ലിക്കൊടുത്തു. ബഹുമാനായ അടിമാലി അലിഫൈലി ഉസ്താദ്, അല്ലാഹു മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആ മരണത്തിന്റെ ഏറ്റവും അവസാന നിമിഷം ഞാൻ സാക്ഷിയാ. മരിക്കുന്നതിന്റെ കൃത്യം 24 മണിക്കൂർ മുമ്പ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചതാ, നേരെ ഇരുന്ന് സംസാരിച്ചതാ. എന്തോ ഒരു മരണത്തിന്റെ സൂചന കിട്ടുന്ന പോലെ അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അപാരമായ അതുല്യമായ പക്വത എനിക്ക് തോന്നി. എന്റെ കൂടെയുള്ള ഉസ്താദുമാരോട് ഞാൻ ചോദിച്ചു, എന്തോ ഒരു പക്വതയിലാ വർത്തമാനം പറഞ്ഞത്. അളന്നു മുറിച്ചു പറഞ്ഞ വർത്തമാനങ്ങൾ എന്തോ ഒന്നിനെ കാത്തിരിക്കുന്ന പോലെ. മരണത്തിന്റെ കെടുതിയിൽ നമുക്ക് ആശ്വാസമാ മുഅ്മിനേ, ഈ ദിക്ർ നമുക്ക് ആശ്വാസമാ. ഒരു പണ്ഡിതന്റെ മരണത്തോട് താരതമ്യം ചെയ്യാൻ കഴിയൂല. എന്നാലും ജീവിതത്തിന്റെ സായം സന്ധിയിൽ നമ്മൾ അനുഭവിക്കുന്ന ത്യാഗങ്ങൾ അലിഫൈലി ഉസ്താദ് അവരുകൾ അനുഭവിച്ച പോലെ ഒരുപാട് രോഗങ്ങളും പ്രയാസങ്ങളുമായി കുറഞ്ഞ കാലത്തിൽ അദ്ദേഹം ക്ലേശപ്പെട്ടു. അല്ലാഹുവേ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ, സ്വർഗം കൊടുക്കണേ അല്ലാ. ഹദീസ് കേട്ടോളൂ. അൻ സഅദ് ബിൻ അബീ വഖാസ് ഖാല റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, ഹൽ അദുല്ലുക്കും അലാ ഇസ്മില്ലാഹിൽ അഅ്ലം ദുആ യൂനുസ്. അല്ലാഹുവിന്റെ ഇസ്മുൽ അഅ്ലം യൂനുസ് നബിയുടെ ദുആയ സയ്യിദുനാ റസൂലുള്ളാഹി. കേട്ടോ, ആ ദുആ ഏതാ? റസൂലുള്ളാഹി ചൊല്ലിത്തന്നു. ലാ ഇലാഹ, ചൊല്ലിക്കോളൂ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ് ളാലിമീൻ. മുഹറം 10 പകലിൽ 1000 വട്ടം ഇത് ചൊല്ലുമെന്ന് തീരുമാനിച്ചോളൂ. എന്നിട്ട് ദ്വാരന്നോ, 1000 തീരാൻ നിൽക്കേണ്ട ദ്വാരക്കാൻ, ഇടക്കിടക്ക് ഇങ്ങനെ ദ്വാരക്ക. എന്തൊക്കെ പറയാനുണ്ട് അല്ലാഹുവോട്. പ്രച്ചോനെ, എത്ര വലിയ രോഗങ്ങളാ, അഭയം തരണേ എന്ന് ചോദിക്കാൻ ഈ ദിക്ർ മതി. കേട്ടോളൂ, അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഫഅയ്യുമാ മുസ്ലിമിൻ ദഅ റബ്ബഹു ബിഹി ഫീ മർദിഹി 40 മറ. ഒരു രോഗം വരുമ്പോ ഈ ദിക്ർ 40 വട്ടം ചൊല്ലിയാൽ
ഒരു കാലുവേദന വന്നപ്പോ, ഒരു തലവേദന വന്നപ്പോ, ദിവസങ്ങളായി തുടങ്ങിയ വയറുവേദന, പുറം വേദന, ശരീരത്തിന്റെ അസ്വസ്ഥതകൾ, തളർച്ചകൾ, 40 വട്ടമായി ഇതിന്റെ കോഴ്സ്. ഖാല റസൂലുള്ളാഹി, ഹാക്കിം ഇമാമിന്റെ മുസ്തദ്റക്കിലെ ഹദീസ് കണ്ടിട്ട് പറയാ, വെറുതെ തോന്നിയത് പറഞ്ഞതല്ല. 40 വട്ടം ഇത് ചൊല്ലിക്കഴിഞ്ഞാൽ റസൂലുള്ള പറയാ, ആ രോഗം ഭേദമാകുമ്പോൾ അവന്റെ സർവ്വപാപങ്ങളും രോഗം ഭേദമാകുന്നതിന്റെ കൂടെ തന്നെ പൊറുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഒന്നുകൂടി ചൊല്ലിക്കോ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനദ്ദാലിമീൻ. ഇനി ആ രോഗത്തിലായി അവൻ മരിച്ചു വീഴണം എന്നുള്ളതാണ് എങ്കിൽ, ഇനി ആ രൂപത്തിലായി അവൻ മരിച്ചു വീഴും എന്നുള്ളതാണ് അള്ളാഹു തീരുമാനിച്ചത് എങ്കിൽ, ഷഹീദിന്റെ കൂലിയാ. അല്ലാഹുവേ, അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിലെ ഹദീസ്, അത് എത്രയോ പറയാനുള്ളത്. മുഹറം 10 യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത് ഈ ദിക്ർ ചൊല്ലിയിട്ടാ. നിസ്സാരായിട്ട് കാണണ്ട. എല്ലാ മുഅ്മിനീങ്ങളെ രക്ഷപ്പെടുത്തുന്ന പറഞ്ഞത് യൂനുസ് നബിക്ക് മാത്രമല്ല. അത് ഇദാ കാനൂ ഫിശ്ശദാഇദി വദഊനാ മുനീബീന ഇലൈനാ, ഖേദിച്ചുകൊണ്ട് ആത്മാർത്ഥമായി ചോദിച്ചാൽ യൂനുസ് നബിക്ക് കൊടുത്ത അതേ പരിഗണന, ഒരു നബിക്ക് കിട്ടിയ അതേ പരിഗണന ഈ ദിക്ർ ചൊല്ലുന്ന മുഅ്മിനിന് കിട്ടും, ആത്മാർത്ഥമായി ചൊല്ലിയാൽ എന്ന് പരിശുദ്ധ ഖുർആന്റെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് ഇബ്നു തീമയുടെ ശിഷ്യൻ ഇബ്നു കഥീർ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ഞാൻ കരുതി കൂട്ടി പറഞ്ഞത്, ഇബ്നു തീമയാണല്ലോ പരിഷ്കാരി. ഇബ്നു കഥീറിനെയാണല്ലോ ഇന്ന് കേരളത്തിലെ ന്യൂനപക്ഷം വരുന്ന ബിദഈകൾ വല്ലാതെ അംഗീകരിക്കുന്നത്. ആ തഫ്സീറിനായി പറഞ്ഞത് യൂനുസ് നബിക്ക് കിട്ടിയ അതേ പരിഗണന. ولا سيما إذا دعوا بهذا الدعاء في حال البلاء فقد جاء الترغيب في الدعاء به عن سيد الأنبياء صلى الله على محمد صلى الله عليه وسلم. വിശദീകരിക്കുന്നില്ല. ഒരു സംഭവം പറയാം. 2 സ്വഹാബികളാണല്ലോ, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 2 സ്വഹാബികളാണല്ലോ, മഹാനായ ഉസ്മാൻ, മഹാനായ സയ്യിദുനാ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുമാ. ഒരു സംഭവം കേട്ടോളൂ. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഈ 2 സ്വഹാബികൾ, അശ്റത്തുൽ മുബശ്ശിരീങ്ങളിൽ പ്രമുഖർ. സഅദ് ബിൻ അബി വഖാസ് വല്ലാതെ ഹബീബിനെ അത്ഭുതപ്പെടുത്തിയ ജീവിതമാ, വല്ലാത്ത ഉന്നമായിരുന്നു. വയസ്സാകുന്ന അവസാന കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. പക്ഷെ സഅദ് കൈ ഉയർത്തിയിട്ട് താഴെ വീഴുമ്പോഴേക്കും ആ കൈ ഉയർത്തി ചോദിച്ചത് മുഴുവനും അള്ളാഹു കൊടുക്കുന്ന ഒരു പതിവ്. കാന മുസ്തജാബദ് ദഅ്വാ, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു. കണ്ണിന് കാഴ്ച നഷ്ടപ്പെട്ട അവസാന കാലഘട്ടത്തിൽ ആരും അത് തിരിച്ചറിഞ്ഞില്ല, ആരോടത് പരാതിയും പറഞ്ഞില്ല. വീട്ടിൽ ഒരുപാട് ആളുകൾ വന്ന് ദ്വാരക്കാൻ പറയും, സഅദ് ദ്വാരക്കും, ഉത്തരം കിട്ടും റളിയല്ലാഹു അൻഹു. അവസാനം കുറെ കൊല്ലം കഴിഞ്ഞപ്പോ ഒരാൾ ചോദിച്ചു, അല്ല കണ്ണിന് കാഴ്ചക്കുറവുണ്ടോ? കളവ് പറയില്ലല്ലോ, ചെറുതായിട്ട്. അല്ല, എന്നെ കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. അന്ന് നിങ്ങൾ എല്ലാവർക്കും ദ്വാരെന്ന് ഉത്തരം കിട്ടിപ്പോണ, അന്ന് ആ കണ്ണിനൊന്ന് കാഴ്ച കിട്ടാ അള്ളാഹുവോട് ചോദിച്ചൂടെ? എടോ, എന്റെ കണ്ണിന് കാഴ്ച കിട്ടാ എന്നത് എന്റെ തൃപ്തിയാണ് എങ്കിൽ, എനിക്ക് കണ്ണിന് കാഴ്ച മാറ്റി വെച്ചത് അള്ളാന്റെ തൃപ്തിയാണെങ്കിൽ എനിക്ക് അള്ളാന്റെ തൃപ്തി മതി, കാഴ്ച വേണ്ട. മഹാനായ സഅദ് ബിൻ അബി വഖാസ് ആയ കാലത്ത് വല്ലാത്ത പോരാട്ട വീര്യം കുറിച്ചിരുന്നു. ഉന്നം പിഴയ്ക്കാത്ത സ്വഹാബിയായിരുന്നു. റസൂലുള്ളാഹി പറയാറുണ്ട്, ഇർമി സഅദ് ഫിദാക അബീ വ ഉമ്മീ ഖാല റസൂലുള്ളാഹി. സഅദേ, മോനെ നീ അമ്പെയ്താൽ അത് പിഴക്കില്ല, അമ്പെയ്തോ എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബ് പ്രോത്സാഹിപ്പിക്കുമായിരുന്നു. സഅദ് റളിയല്ലാഹു അൻഹു, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു പറയാണ്, മറർതു ബി ഉസ്മാൻ. ഹദീസ് ഇമാം തുർമുദിയുടെ ജാമിഉൽ, ഹദീസ് ഇമാം നസായിയുടെ സുനനിൽ കാണാം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പരിശുദ്ധ മദീനത്തെ പള്ളിയിൽ നിൽക്കുമ്പോ ഉസ്മാൻ ബിൻ അഫ്ഫാന്റെ മുന്നിലൂടെ ഞാൻ നടന്നുപോയി. ഫസല്ലംതു അലൈഹി, ഉസ്മാൻ ബിൻ അഫ്ഫാനോട് ഞാൻ അക്ഷരം തിരിച്ച് ഉറക്ക സലാം പറഞ്ഞു. മഹാനായ ഉസ്മാൻ എന്നെ കണ്ണ് നിറഞ്ഞു കണ്ടു. പക്ഷേ ഞാൻ സലാം പറഞ്ഞത് ഉറക്കെയാണ്. എന്നെ കൺമുന്നിൽ കണ്ണിറയെ കണ്ടിട്ടും ലം യറുദ്ദ അലയ്യ സലാം,
മഹാനായ ഉസ്മാൻ എന്റെ സലാം മടക്കിയില്ല. സങ്കടം തോന്നി. ഞാൻ ഒരു വട്ട സലാം പറഞ്ഞു, ഇനി രണ്ടാമത് പറയേണ്ടതില്ല. എന്നെ കണ്ടിട്ടും എന്റെ ശബ്ദം കേട്ടിട്ടും സലാം പറഞ്ഞതാണെന്ന് ബോധ്യമായിട്ടും ഉസ്മാൻ എന്റെ സലാം അടക്കിയില്ല. വല്ലാത്ത വിഷമായി പോയി. എന്ത് ചെയ്തു? മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ ഇങ്ങനെ കാട്ടിയത് വല്ലാതെ വിഷമം തോന്നി. സഅദ് ബിൻ അബി വഖാസ് പറയാണ്, ഫാതൈതു ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ചെന്നിട്ട് പറയാൻ തുടങ്ങി, യാ അമീറൽ മുഅ്മിനീൻ ഹൽ ഹദസ ഫിൽ ഇസ്ലാമി ശൈഉം മറത്തൈനി. ഇസ്ലാമിൽ നന്മകൾ 2 വട്ടം ചെയ്താലാണോ അത് നന്മയാവോ? അങ്ങനെ വല്ല നിയമവും വന്നിട്ടുണ്ടോ? അതായത് ഞാൻ 2 വട്ടം, മനസ്സിലായില്ലേ, 2 വട്ടം സലാം പറഞ്ഞാലാണോ ഒരാൾ മടക്കേണ്ടതുള്ളൂ? അങ്ങനെ പുതിയ നിയമം വല്ലതും വന്നോ എന്ന് ചോദിച്ചു. ഉമർ ഇബ്നുൽ ഖത്താബ് പറഞ്ഞു, ലാ വമാ ദാക്. ഇല്ല ഇല്ല, എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? ഞാൻ പറഞ്ഞു, പ്രശ്നമൊന്നുമില്ല, ഇല്ല എങ്കിലും ഒന്ന് ഞാൻ പറയട്ടെ. അന്നി മറർത്തു ബി ഉസ്മാനാനിഫ ഫിൽ മസ്ജിദി. പള്ളിയുടെ ഉമ്മറത്ത് മഹാനായ ഉസ്മാൻ നിൽക്കുമ്പോ ഞാൻ അതിലൂടെ നടന്നു പോന്നു. ആ സമയത്ത് ഫസല്ലംതു അലൈഹി, ഞാൻ ഉറക്ക സലാം പറഞ്ഞു. ഫമലഅ ഐനൈഹി മിന്നി, കണ്ണ് നിറച്ച് എന്നെ കാണുകയും ചെയ്തു. സുമ്മലം യറുദ്ദ അലൈയ സലാമ, എന്നിട്ട് എന്റെ സലാം അടക്കിയില്ല. കഥ മനസ്സിലായ? അങ്ങനെയുണ്ട് പരാതി ഉമർ ഇബ്നുൽ ഖത്താബിന്റെ അടുത്ത്. അത് ശരിയായില്ലല്ലോ. ഉസ്മാനെ ചോദ്യം ചെയ്യാൻ അനുസരിച്ച് പോകും. അവരുടെ സഹകരണ ബോധം. എന്നെ ആരാ ഉമറെ ചോദ്യം ചെയ്യാൻ? ഞാനും അതേ സ്വർഗത്തിലേക്ക് പോകാനുള്ളതാ. റഅയ്തു ബിസ്മി ഉസ്മാൻ മക്തൂബൻ ഫീ ബാബിൽ ജന്ന. സ്വർഗത്തിന്റെ മനോഹരമായ കഥകൾ, സ്വർഗത്തിന്റെ കവാടത്തിൽ എന്റെ ഉസ്മാന്റെ പേര് എഴുതി വെച്ചത് ഞാൻ കണ്ടു. ഖാല റസൂലുള്ളാഹി, ഉമറേ നീ എന്നെ ചോദ്യം ചെയ്യണോ എന്ന് ചോദിക്കൂല. ആ നേതൃത്വം അംഗീകരിക്ക. വിധേയത്വ ബോധത്തോടുകൂടെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഉസ്മാൻ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മുന്നിൽ വന്നു. ഉമർ ഇബ്നുൽ ഖത്താബ് ആളെ പറഞ്ഞയച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വന്നു. വന്നപ്പോൾ ഉമർ ചോദിക്കാ, മാ മനഅക അല്ലാ തകൂന റദദത അലാ അഖീക സലാം. സഅദ് ഇബ്നു അബി വഖാസ് അതിലൂടെ നടന്നു പോന്നപ്പോ അങ്ങയോട് സലാം പറഞ്ഞപ്പോ എന്താണ് ഉസ്മാൻ അങ്ങ് സലാം മടക്കാതിരുന്നത്? ഖാല, ഉസ്മാൻ പറഞ്ഞു, മാ ഫഅൽതു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. സലാം പറഞ്ഞാൽ മടക്കൂലേ? എന്തായി പറഞ്ഞു? ഞാൻ സലാം മടക്കാതിരുന്നു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. സഅദ് ഇബ്നു അബി വഖാസ് ഭവ്യതയോടുകൂടെ പറഞ്ഞു, ബല, അതെ അതെ അതെ, ഹത്താ ഹലഫ വ ഹലഫ്തു, ഞാൻ സത്യം ചെയ്തു പറയാം, ഞാൻ സലാം പറഞ്ഞു, അങ്ങനെ കണ്ടു, പക്ഷേ സലാം മടക്കിയില്ല. ഉസ്മാൻ പറഞ്ഞു, ഞാനും സത്യം ചെയ്തു പറയാം, ഞാൻ കണ്ടിട്ടുമില്ല, സലാം കേട്ടിട്ടുമില്ല, പിന്നെ ഞാൻ എന്തിനു മടക്കണം? ഞാനും സത്യം ചെയ്യാം. 2 പേരും സത്യം ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് ഞാൻ പറഞ്ഞു, ഒന്നുകൂടി ആലോചിച്ചു നോക്കേ. ഉസ്മാൻ പറഞ്ഞു, അതെ അതെ, എന്റെ ഓർമ്മ ശരിയായി വരുന്നു. ബല ബല ബല, അതെ, അങ്ങന്റെ മുന്നിൽ വന്നത് ഞാൻ ഓർക്കുന്നു. എന്തോ പറഞ്ഞത് ഞാൻ കേട്ടതായി ചിന്തിക്കുന്നു. പഠിച്ചോനെ പൊറുക്കണേ, അല്ലാഹുവേ പൊറുക്കണേ. സഅദിന്റെ സലാം ഞാൻ മടക്കിയില്ലല്ലോ സയ്യിദുനാ ഉസ്മാൻ. ഞാൻ ഓർക്കുന്നുണ്ട്, കുറച്ചു മുമ്പല്ലേ അതിൽ വന്നത് ഞാൻ പള്ളിയുടെ മുമ്പിൽ വെക്കുമ്പോ. അതെ, ഞാൻ ഓർക്കുന്നുണ്ട്. എന്താ പറ്റിയെന്നറിയോ? വാന ഉഹദ്ദിസു നഫ്സി ബികലിമതൻ സമിഅതുഹാ മിൻ റസൂലില്ലാഹി. അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തുടങ്ങിയിട്ട് പൂർത്തീകരിക്കാത്തൊരു ഹദീസ്, അത് ഇനി എന്തായിരിക്കുമോ പറഞ്ഞു പൂർത്തീകരിക്ക എന്നതാലോചിച്ച് ഞാൻ അതേക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാ അങ്ങ് വന്ന് പറഞ്ഞു പോയത്. നിബിതങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ട് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് ഹദീസ് പൂർത്തീകരിച്ചില്ല. നിബിതങ്ങളാണ് എണീറ്റ് പോയി. ഒരു ഹദീസ് അതെന്തായിരിക്കും ഇനി നബി പറയാൻ പോകുന്നത് എന്നങ്ങനെ ആലോചിച്ച് ആ മൈൻഡിൽ നിന്നതുകൊണ്ട് അങ്ങ് എന്റെ മുന്നിൽ സലാം പറഞ്ഞത് ഞാൻ കേട്ടില്ല, ശ്രദ്ധിച്ചില്ല. സംഗതി ഏതാ? അപ്പൊ സയ്യിദ് പറഞ്ഞു, പിണക്കൊന്നുമില്ല. ഉസ്മാൻ,
ഞാൻ പറയട്ടെ, അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ഒരു അഅറാബി വന്ന അന്ന് പറഞ്ഞ ഹദീസല്ലേ അതെ? അന്ന് റസൂലുള്ളാഹി അഅറാബി പറഞ്ഞതിന്റെ പിന്നാലെ അഅറാബിയുടെ കൂടെ പോയില്ലേ? അതെ. ആ ഹദീസിന്റെ പൂർത്തീകരണം എന്താണെന്ന് അങ്ങ് ആലോചിക്കായിരുന്നു അല്ലേ? അതെ. പൂർത്തീകരണം കിട്ടിയോ? ഇല്ല. എന്നാൽ എനിക്ക് കിട്ടിയ ഉസ്മാൻ, ഞാൻ പറയട്ടെ അന്ന് റസൂലുള്ളാഹി തുടങ്ങി വെച്ചത് എന്താണെന്ന് ഓർമ്മയുണ്ടോ? ഉണ്ടല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് തുടങ്ങി വെച്ചത് ദുആകളിലെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദുആ, അല്ലെങ്കിൽ ദിക്റുകളുടെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ദിക്ർ ഏതാണെന്ന് പറയട്ടെ സ്വഹാബ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരു അഅറാബി വന്നല്ലോ. ദുആകളുടെ ദിക്റുകളുടെ ഒന്നാമൻ ഞാൻ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അഅറാബി വന്നു അല്ലേ? അതെ. അന്ന് അഅറാബി പറഞ്ഞതിന്റെ പിന്നാലെ റസൂലുള്ളാഹി പോയി അത് പൂർത്തീകരിച്ചില്ല. അഅറാബി നബിയെ വിളിച്ചു കൊണ്ടുപോയി. സദസ്സ് അന്ന് അങ്ങനെ പിരിഞ്ഞു അല്ലേ? അതെ. എന്നാ ഉസ്മാൻ തങ്ങളെ ഫത്തബഅതുഹു, റസൂലുള്ളാഹിയുടെ പിന്നാലെ ഞാനും പോയി. ഫമാ അസ്ഫഖതു അൻ യസ്ബഖനി ഇലാ മൻസിലിഹി, അള്ളാന്റെ ഹബീബിന്റെ പിന്നാലെ പോകുമ്പോഴും എനിക്ക് നബിയെ കാണാലോ. ആ കാൽച്ചിലമ്പുകളുടെ പിന്നാലെ കൂടുമ്പോൾ, ആ ചവിട്ടടിയുടെ ശബ്ദം കേൾക്കുമ്പോ എന്തോ ഒരു ആസ്വാദനമാ പ്രവാചക പ്രണയത്തിന്റെ കാതുകൾക്ക് ആസ്വദിച്ച് മതിയാവതല്ല. നബി വീട്ടിലെത്തുന്നവരാരും വരല്ലേ എന്ന് ഞാൻ കൊതിച്ചുപോയി. എനിക്ക് നബിയെ തനിച്ച് കിട്ടിയല്ലോ, എന്നെ നബി കണ്ടിട്ടില്ലല്ലോ. പിന്നാലെ ഞാനും പോയി. അങ്ങനെ എത്രത്തോളം ഇലാ മൻസിലിഹി, ഹബീബിന്റെ വീട്ടുവളപ്പ് വരെ പോയി ഞാൻ പിന്നിലുണ്ട്. പെട്ടെന്ന് നബി തങ്ങൾ എന്റെ നേരെ തിരിഞ്ഞു നോക്കി. സ്വഹാബി ആഗ്രഹിച്ചത് വീട് വരെ നബി ഒറ്റയ്ക്ക് പോകണം, നബിയുടെ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് പോകണം എന്നാ ആഗ്രഹിച്ച പോലെ നബി വീട്ടുവളപ്പിലെത്തി. ഞാൻ അവിടെ എത്തി. നബി തിരിഞ്ഞു നോക്കി. സത്യത്തിൽ റസൂലുള്ളാഹി കണ്ടിട്ടുണ്ട് പുറകിലുള്ള ആളെ. ഹബീബായ നബി തങ്ങൾ കണ്ടു. അവിടുത്തെ കണ്ണിന്റെ ഒരു പ്രത്യേകത മുന്നിലുള്ളത് കാണുന്ന പിന്നിൽ കാണുന്നു. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുന്നിലുള്ളത് കാണാൻ കഴിയുന്ന പോലെ പിന്നിലുള്ളത് കാണാൻ കഴിയും. അങ്ങനെയാണ്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ശരീരത്തിന്റെ ഒരുപാട് പ്രത്യേകതകളിൽപ്പെട്ട ഒരു പ്രത്യേകതയാണ് കണ്ടാൽ മൃഗങ്ങൾ ഓടലില്ലെന്നുണ്ട്, നിഴലില്ല ശംസിൽ എന്നതും നബിക്കുണ്ട്. കണ്ണിനുറക്കം ഉണ്ട് എന്നാൽ തന്നെയും ഖൽബിനുറക്കം ഇല്ല എന്നാൽ തീരെയും. 10ഓളം പ്രത്യേകതയുണ്ട് ആ ശരീരത്തില്. ഈച്ച വന്നിരിക്കില്ല. മഹാനായ ഹബീബായ നബി തങ്ങൾക്ക് ഇസ്തിഹ്ലാബ്, സ്വപ്നസ്ഖലനമില്ല. ആ ശരീരത്തിന്റെ വിസർജ്യ വസ്തുക്കൾ ഭൂമി വിഴുങ്ങുന്നതാ. അങ്ങനെ പറഞ്ഞു വരുന്നോടത്ത് 10 പ്രത്യേകതകളിൽ കാണാം. മുന്നിലുള്ളത് കാണുന്ന പോലെ പിന്നിലും കണ്ണില്ലാതെ ഒരു കണ്ണിന്റെ കാഴ്ചയുണ്ടേ. സയ്യിദുനാ റസൂലുള്ളാഹി തിരിഞ്ഞു നോക്കി, എന്റെ നേരെ തിരിഞ്ഞു നോക്കി. എന്നിട്ട് എന്നോട് ചോദിച്ചു, മൻ ഹാദാ അബൂ ഇസ്ഹാഖ്. അബൂ ഇസ്ഹാഖ് അല്ലേ? അതായത് സയ്യിദ് ബിൻ അബി വഖാസിന്റെ മറ്റൊരു പേരാണ് അബൂ ഇസ്ഹാഖ് അല്ലേ? അതേ നബിയെ ഖുൽതു നഅം യാ റസൂലുള്ളാഹ്. അതേ നബിയെ. എന്താ വന്നത് എന്താ അറിയേണ്ടത്? നബിയെ, നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കാൻ അങ്ങ് തുടങ്ങി വെച്ചല്ലോ. ദുആകളിലെ ഒന്നാമൻ, ദിക്റുകളിലെ ഒന്നാമൻ ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും അഅറാബി വന്നപ്പോൾ അങ്ങ് അയാളുടെ പിന്നാലെ പോയിട്ട് പറഞ്ഞു പൂർത്തീകരിക്കാതിരുന്ന ഹദീസ് ഒന്ന് പറയുമോ നബിയേ? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, മറ്റൊന്നുമല്ല, ദുആകളിലെ ഒന്നാമൻ, ദിക്റുകളിലെ ഒന്നാമൻ ഈ പറയാൻ പോകുന്ന ദിക്റാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഫഇന്നഹു, ഈ ദിക്റുണ്ടല്ലോ, ലം യദഉ ബിഹാ മുസ്ലിമുൻ റബ്ബഹു ഫീ ശൈഇൻ ഖത്തു ഇല്ലാ ഇസ്തജാബ ലഹു. അത് ചൊല്ലി ദുആരക്കുന്ന മുഅ്മിനായ മനുഷ്യൻ അല്ലാഹു വേഗം ഇജാബത്ത് നൽകുമെന്ന് പുണ്യ നബി അന്ന് എന്നോട് പറഞ്ഞു.
നബി പൂർത്തീകരിക്കാതെ പോയ ആ ഹദീസ് അങ്ങ് ചിന്തിച്ചപ്പോ അശ്രദ്ധയിൽ ഞാൻ മുന്നിൽ വന്നത് പോലും അറിയാതെ അങ്ങ് ആലോചിച്ചു കൂട്ടിയ ആ ഹദീസ് ഇതാണെന്ന് പറഞ്ഞ് സഅദ് ബിൻ അബി വഖാസ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അത് പറഞ്ഞു കൊടുത്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇതെല്ലാ മുസ്ലിമീങ്ങൾക്കും യൂനുസ് നബിയുടെ പരിഗണന തന്നെ അള്ളാഹു നൽകുമെന്ന ഹദീസും അതിന്റെ വ്യാഖ്യാനങ്ങളും നമ്മുടെ മുന്നിൽ തന്നെ പറയുന്നുണ്ട്. ഇമാം ഹാക്കിമിന്റെ മുസ്തദറക്കിൽ ഒരു ഹദീസ് സ്വഹാബി ചോദിക്കുന്നുണ്ട്, മഹാനായ സഅദ് ബിൻ അബി വഖാസ് തന്നെയാ ചോദിക്കുന്നത്, ഖുൽതു യാ റസൂലല്ലാഹി ഹിയ ലിയൂനുസ ഖാസൻ അം ലിജമാഅത്തിൽ മുസ്ലിമീൻ ഖാല ഹിയ ലിയൂനുസ ബിൻ മത ഖാസത്തൻ വലിജമാഅത്തിൽ മുഅ്മിനീന അമ്മ ഇദാ ദഅഊ ബിഹാ. ഖുർആൻ ഓതിക്കൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങൾ സ്വഹാബികൾക്ക് മറുപടി കൊടുത്തു, ഇത് എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. കാരണം ഖുർആനിൽ അള്ളാഹു പറഞ്ഞത് കദാലിക നൂജിൽ മുഅ്മിനീൻ എന്നാണ്. എല്ലാ മുഅ്മിനീങ്ങൾക്കും ഇത് ഉപകാരമാണ്. സമുദ്രത്തിന്റെ ഏറ്റവും ആഴത്തിൽ വഹി വന്നതാ ഈ ദിക്ർ. അങ്ങനെ വഹി എവിടെ വന്നിട്ടില്ല. ഈ ദിക്റിന്റെ ഒരു ശക്തി നോക്കണേ, ലോകത്ത് ഇതുപോലെ വഹി വന്ന മറ്റൊരു ഇടമില്ല. ലോകത്ത് ഇതുപോലെ വഹിയായി ഒരിടത്തും ഇതുപോലെ ഒന്നും അവതരിച്ചിട്ടില്ല. സമുദ്രത്തിന്റെ ഏറ്റവും ആഴത്തിൽ വഹി പോയത് ഈ ദിക്ർ പറയാനാ. അപ്പൊ അങ്ങനത്തെ ഒരു അതുല്യമായ ഒരു ദിക്ർ, മലക്കുകള് ഇത് ചൊല്ലുന്നവർക്ക് ശഫാഅത്ത് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. ഞാനൊരു ഹദീസ് പറയാം. മഹാനായ ഇസ്മാഈൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഉദ്ധരിക്കുന്നുണ്ട് ഒരു ഹദീസ്. അന്നബി ഹുറൈറ റളിയല്ലാഹു അൻഹു യർഫഉഹു, ഒരു മർഫൂആയ ഹദീസ്. ഔഹല്ലാഹു ഇലൽ ഹൂതി, യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങി. ഞാൻ ചുരുക്കി പറയാം, യൂനുസ് നബിയെ മത്സ്യം വിഴുങ്ങി. അല്ലാഹു മത്സ്യത്തോട് വഹി കൊടുത്തതാ വിഴുങ്ങാൻ. കാരണം ഈ മത്സ്യം ഈ മഹാനയുമായി കടലിന്റെ ആഴങ്ങളിൽ പോകണം. അത് അല്ലാഹുവിന്റെ തീരുമാനാ. ആ കടലിന്റെ ഇരുട്ടിന്റെ ഗർത്തങ്ങളിൽ മഹാനായ യൂനുസ് നബിക്ക് വഴി അവിടെ എത്തണം. അത് അല്ലാഹുവിന്റെ തീരുമാനമാ. ലോകത്ത് ഇതുപോലെ വഹിയായി എവിടെയും വഹിയിന്റെ അമരധ്വനി എത്തിയെന്ന് പറയാൻ പറ്റാത്ത വിധം ആഴക്കടലിന്റെ അടിയിലേക്ക് വഹി പോയത് ഈ ദിക്ർ പറയാൻ. മത്സ്യത്തോട് അല്ലാഹു പറഞ്ഞു, അൻഖുദുഹു, യൂനുസ് നബിയെ വിഴുങ്ങണം. വലാ തഖ്ദസ് ലഹു ലഹ്മാ, യൂനുസ് നബിയുടെ മാംസത്തിന് ചതവ് പറ്റരുത് മത്സ്യമേ. വലാ തുക്സിറു ലഹു ഇൽമാ, യൂനുസ് നബിയുടെ എല്ല് പല്ലുകൾ പൊട്ടല്ല മത്സ്യമേ. അല്ലാഹു വഹി കൊടുത്തു. ഫഅഖദഹു, മത്സ്യം വിഴുങ്ങി. ثم هوى به إلى مسكنه في البحر, ഈ മത്സ്യം കടലിന്റെ ആഴങ്ങളിൽ താമസിക്കുന്ന അതിന്റെ കൂട്ടിലേക്ക്, മത്സ്യത്തിന്റെ കൂട്, അതിന്റെ വീട്, അവിടേക്ക് യൂനുസ് നബിയെ കിട്ടിയ സന്തോഷം കൊണ്ട് മത്സ്യം പോവാ. അങ്ങനെ അവിടെ ചെന്നപ്പോ കടലിന്റെ ഏറ്റവും അടിയിൽ, അങ്ങനെയാ, കടലിന്റെ ഏറ്റവും അടിയിലേക്ക് പോയപ്പോൾ ഒരു മുഴക്കം, ഒരു മുരടല്. സമിഅ യൂനുസുൻ ഹിസ്സാ, തേനീച്ച മൂളുന്ന പോലത്തെ എന്തോ ഒരു ശബ്ദം. യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് മത്സ്യ അടിയിലേക്ക് ഇങ്ങനെ പോകുന്തോറും ഇങ്ങനെ ചെവിക്കൊരു മൂളല് വരണ്ട്. എന്തോ ഒരു പ്രത്യേകതയുള്ള ശബ്ദ. മഹാനവറുകൾ മനസ്സിൽ പറയാൻ തുടങ്ങി, മാഹാദാ മാഹാദാ, എന്താ പടച്ചോനെ, ഇങ്ങനെ ഒരു മൂളല് ഞാൻ കേട്ടിട്ടില്ലല്ലോ മുമ്പ്, ഇങ്ങനെ ഒരു മുരടല് ഞാൻ കേട്ടിട്ടില്ലല്ലോ മുമ്പ്. എന്തോ ഒരു ഇരുട്ട, എന്തോ ഒരു ഇരുട്ട, എന്താ റബ്ബേ ഞാൻ ഈ കേൾക്കുന്ന ശബ്ദം? യൂനുസ് നബിക്ക് ആകാംക്ഷയായി, പേടി തോന്നി എന്ന് പറയുന്ന പോലെ മഹാനവറുകൾക്ക് വല്ലാത്ത വെപ്രാളമായി. ഫഔഹല്ലാഹു ഇലൈഹി, അല്ലാഹു വഹി അറിയിച്ചു. അന്നഹാദാ തസ്ബീഹു ദവാബിൽ ബഹരി, കടൽ ജീവികളുടെ തസ്ബീഹാണ് കേട്ടത്. കടൽ ജീവികളുടെ തസ്ബീഹ് മനുഷ്യന്റെ ചെവി കൊണ്ട് കേൾക്കാം. ഫസബ്ബഹു വഫീ ബത്നിഹി, യൂനുസ് നബി അത് കേട്ടപ്പോ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്നുകൊണ്ട് സുബ്ഹാനല്ലാഹ് പറയാൻ തുടങ്ങി. ഖാല റസൂലുള്ളാഹി, അത്ഭുതം കേൾക്കല്ലേ. കടൽ ജീവികളുടെ ഈ അടുത്തുണ്ടായിരുന്നു, ഈ അടുത്തൊരു കണ്ടെത്തലുണ്ടായിട്ടുണ്ട്. ശ്രീലങ്കയുടെയും അതുപോലെ തന്നെ രാമേശ്വരത്തിന്റെയും, ഇന്ത്യയുടെ അതിര് രാമേശ്വരം, തമിഴ്നാട്ടിലെ രാമേശ്വരത്തിന്റെയും ശ്രീലങ്കയുടെയും ഇടയിലുള്ള ചെറിയൊരു കിലോമീറ്റർ അകലേ ഉള്ളൂ.
പാമ്പം പാലത്തിന്റെ സമീപം, നിങ്ങൾ ആ ഭാഗത്തൊക്കെ യാത്ര ചെയ്തവരുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അവിടെ നോക്കിയാൽ ശ്രീലങ്ക കാണാം. ആ ഭാഗത്ത് നിലത്തിമിംഗലത്തിന്റെ ആഹാരം തേടിയിട്ടുള്ള ഒരു പ്രത്യേക ശബ്ദവീചി തരംഗം ശാസ്ത്രം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ ശബ്ദത്തെ ആ ഭാഗങ്ങളിൽ നിന്ന് കാണാൻ കഴിഞ്ഞു എന്നതിന്റെ, അത് കേൾക്കാൻ കഴിഞ്ഞു എന്നതിന്റെ ഒരു ഓഡിയോ തരംഗം മലയാളത്തിലെ മീഡിയകൾ മുഴുവൻ ആഘോഷിച്ചത് ആ ഒരു പുതിയ കണ്ടെത്തൽ. മത്സ്യത്തിന്റെ മുരടല് തസ്ബീഹിന്റെ ശബ്ദമാണെന്ന് യൂനുസ് നബിക്ക് അള്ളാഹു വഹി കൊടുത്തപ്പോ മഹാനവറുകൾ സുബ്ഹാനല്ലാഹ് ചൊല്ലാൻ അങ്ങ് തുടങ്ങി. ഫസ്സമിഅത്തിൽ മലായികത്തു തസ്ബീഹാ, മഹാനായ യൂനുസ് നബി ചൊല്ലുന്നത് മലക്കുകൾ കേട്ടു. അല്ലാഹുവോട് മലക്കുകൾ ചോദിച്ചു, യാ റബ്ബനാ നസ്മഉ സൗതൻ ലഈഫൻ ബിഅർദിൻ ഗരീബാ, സൃഷ്ടികൾ കടന്നു ചെല്ലാത്ത ആ ഇരുട്ടിന്റെ ഗോഹരങ്ങളിൽ റബ്ബേ ഒരു നേരിയ ശബ്ദത്തിൽ ഞങ്ങൾ തസ്ബീഹ് കേൾക്കുന്നുണ്ടല്ലോ അല്ലാഹുവേ, ഞങ്ങൾക്കത് തിരിച്ചറിയാൻ പറ്റുന്നില്ല അല്ലാഹ്. തസ്ബീഹാണെന്നറിയാം, നേരിയ ശബ്ദം. അല്ലാഹ് പറഞ്ഞു, യൂനുസ്, അത് എന്റെ പ്രിയപ്പെട്ട അടിമ യൂനുസ് തസ്ബീഹ് ചൊല്ലുന്നതാ. അസാനി, ഒരു ചെറിയ കുരുത്തക്കേട് കാണിച്ചു, ഒരു ചെറിയ വികൃതി കാണിച്ചു. ഫഹബസതുഹു, ഞാൻ ഒന്ന് പിടിച്ചു വെച്ചു. ഫീ ബത്നിൽ ഹുതി, മത്സ്യത്തിന്റെ വയറ്റിൽ. അപ്പോ മലക്കുകൾക്ക് ഇങ്ങനത്തെ യൂനുസ് നബി അറിയില്ല. അവര് ശഫാഅത്ത് ചെയ്തു. فقالوا العبد الصالح الذي كان يصعد إليك منه في كل يوم وليلة عمل صالح, കണക്കാക്കാൻ പറ്റാത്ത ഇബാദത്ത് ഓരോ രാത്രിയിലും പകലിലും ഞങ്ങൾ മലക്കുകൾ യൂനുസ് നബി ചെയ്തു എന്ന് പറഞ്ഞ് നിന്റെ ദർബാറിൽ കൊണ്ടുവന്ന് തരുന്ന ആ യൂനുസ് നബിയാണോ അല്ലാഹ്? ഖാല നഅം, അതെ അതെ അതെ. ഫശഫഉ ഇൻദ ദാലിക, ഈ ദിക്ർ ചൊല്ലിക്കൊണ്ട് മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന യൂനുസ് നബിക്ക് വേണ്ടിയിട്ട് മലക്കുകൾ ദുആരക്കാൻ തുടങ്ങി. ഫസ്തജബ്നാ ലഹു വനജ്ജൈനാഹു മിനൽ ഗം വകദാലിക നൂൻസിൽ മുഅ്മിനീൻ. ഈ ദിക്ർ ചൊല്ലിയതിന്റെ പേരിൽ നാം മഹാനവറുകളെ രക്ഷപ്പെടുത്തി, എല്ലാരെയും രക്ഷപ്പെടുത്തും. ഇത് ചൊല്ലിക്കോ എന്ന് ഖുർആൻ. ഏത് ദിക്റാ? ഒന്ന് ചൊല്ലിക്കേ. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് ചൊല്ലേണ്ട പ്രത്യേകം, ഇത് ചൊല്ലൽ പുണ്യമായ ഒരു ദിവസമാണ്. ആ ഓർമ്മ പുതുക്കുന്ന ദിവസം ഏത് ദിവസാ? മുഹറം 10. മുഹറം 10ന്റെ പകലിൽ ഇത് ഒഴിവാവണ്ട. ഇത് ചൊല്ലിക്കോ, 1000 വട്ടമെങ്കിലും ചൊല്ലണേ. ഇനി കേട്ടോളൂ, ഈ ദിക്ർ അന്ന് ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും യൂനുസ് നബി പുറത്തു വരൂല. പരിശുദ്ധ ഖുർആൻ. ഇത് ചൊല്ലിയാ മാത്രം അത് തുറക്കൂ. അടഞ്ഞു കിടക്കുന്ന ഏത് തടസ്സവും തുറക്കാൻ ഇത് ചൊല്ലിയാ മതി. ഒന്നുകൂടി പറയാം, അടഞ്ഞു കിടക്കുന്ന ഏത് തടസ്സവും, അങ്ങനെ ഉണ്ടല്ലോ ഭയങ്കര തടസ്സങ്ങളാ ഉസ്താദേ, ഇത് ചൊല്ലിയാ മതി, തുറക്കും. ഇത് ചൊല്ലാതെ ഏത് ചൊല്ലിയിട്ടും ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വരലും നടക്കൂലായിരുന്നു. ഇത് ചൊല്ലിയത് കൊണ്ട് പുറത്തു വന്നു. കേട്ടോ, ആയത്ത് ഞാൻ പറയാം. فساهم فكان من المدحضين فالتقمه الحوت وهو مليم فلولا أنه كان من المسبحين للبث في بطنه إلى يوم يبعثون. سورة الصافات. فلولا أنه كان من المسبحين ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന തസ്ബീഹിന്റെ ദിക്ർ ഈ മഹാൻ ചൊല്ലി ഇല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ആ മത്സ്യത്തിന്റെ വയറ്റിൽ കിടക്കണമായിരുന്നു ഇലാ യൗമി യുബ്അസൂൻ, ഖിയാമത്ത് നാൾ വരെ. പരിശുദ്ധ ഖുർആൻ. അപ്പൊ ആ ദിക്ർ കൊണ്ട് വലിയൊരു തടസ്സം അള്ളാഹു മാറ്റിക്കൊടുത്തു. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ അവസാനിപ്പിക്കാം. 4 തരം പ്രയാസം വരുമ്പോൾ 4 തരം ദിക്ർ ജീവിതത്തിൽ ഉണ്ടാവണം. പഠിച്ചു വെച്ചോട്ടോ. 4 തരം പ്രയാസങ്ങൾ നമ്മുടെ മുന്നിൽ വരും. ഞാൻ അത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇമാം ഇസ്മായിൽ അൽ ഹഖ് അൽ ബറൂസവി റൂഹുൽ ബയാനിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട്. 4 തരം പ്രയാസം നമ്മുടെ മുന്നിൽ വരാറുണ്ട്. അപ്പൊ ഈ 4 മരുന്ന് നമ്മൾ ഉപയോഗിച്ചാൽ മതി. മഹാനായ ജഅഫർ ഇബ്നു മുഹമ്മദ് തങ്ങൾ പറയാണ്, ഈ 4 മരുന്ന് ഉപയോഗിക്കാത്ത മനുഷ്യന്മാരുടെ കാര്യം ആലോചിക്കുമ്പോൾ എനിക്ക് അത്ഭുതമാണ്. ഇത്രയും بأربع كيف يغفل عن 4 عجبت لمن يبتلى بالهم. ഒരാൾക്ക് ടെൻഷൻ വരുന്നു, നീറുന്ന ചിന്ത, ആകെ തലക്ക് പ്രാന്ത് പിടിച്ച് നിൽക്കാന്ന് പറയാറില്ലേ?
ആ സമയത്ത് ഒരു മനുഷ്യൻ എന്തേ അതങ്ങോട്ട് മാറ്റാൻ ഈ ദിക്ർ ചൊല്ലിയ പോരെ? ഏതാ ഒന്നാമത്തെ ദിക്ർ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ടെൻഷൻ പമ്പ കിടക്കും. രണ്ടാമത്തെ പ്രശ്നം കേട്ടോളൂ. ഒരു മനുഷ്യന് എന്തൊക്കെയോ പേടി തോന്നുന്നുണ്ട്. ചീത്തയുടെ പേടി. ലിമൻ യഖാഫു ശൈഅൻ മിൻ സൂ. എന്തോ ഒരു ചീത്തയുടെ പേടി, ഒരു നല്ല പേടിയല്ല, ഒരു ചീത്തയുടെ പേടി. എന്തോ അങ്ങനെ തോന്നുന്നു. അങ്ങനെ തോന്നുന്ന നേരത്ത് നിങ്ങൾ ചൊല്ലിക്കോളൂ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ. മൂന്നാമത്തേത് കേട്ടോളൂ. ഒരു മനുഷ്യൻ അവന് ജനങ്ങൾ വഞ്ചിക്കും എന്നവന് തോന്നൽ വരാണ്. ജനങ്ങൾ വഞ്ചിക്കും എന്ന് തോന്നൽ വരുമ്പോ അവന് പറയാം, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുള്ള ഒരു ദിക്റാണ്, വഉഫവ്വിദു അംരി ഇലല്ലാഹ് ഇന്നല്ലാഹ ബസീറുൻ ബിൽ ഇബാദ്. അത് ചൊല്ലിക്കോ. ആരും നിന്നെ വഞ്ചിക്കൂല, ആരും പറ്റിക്കൂല. ഒരു സെക്കൻഡ് ഹാൻഡ് വാഹനം വാങ്ങാൻ ചൊല്ലിട്ട് പോയിക്കോ, ആരും നിന്നെ പറ്റിക്കൂല. ഇനി കേട്ടോളൂ, നാലാമത്തെ ഒരു പ്രശ്നമാണ്. ഒരാൾക്ക് സ്വർഗത്തോട് ആഗ്രഹമുണ്ട്. എങ്ങനെ ചെല്ലാൻ പറ്റും സ്വർഗത്തിൽ? ഒന്നും മുന്നിലില്ലെങ്കിൽ നിനക്ക് അല്ലാഹ് തന്ന അനുഗ്രഹങ്ങൾ, നിന്റെ വാഹനം, നിന്റെ വീട്, നിന്റെ ഭാര്യ, നിന്റെ മക്കള്, നിന്റെ ഉപ്പ, നിന്റെ ഉമ്മ, നിനക്ക് ഇഷ്ടപ്പെട്ട എന്തൊക്കെ നിന്റെ കൺമുന്നിൽ അല്ലാഹ് തന്നത് കാണുന്നുവോ? നിനക്ക് അല്ലാഹ് ഒരുപാട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നിനക്ക് ഇഷ്ടപ്പെട്ടത് പലതുമുണ്ട്. നിന്റെ മക്കള് കാണുമ്പോ പറഞ്ഞോളൂ മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെ ചൊല്ലിയാ നിനക്ക് അതൊരു പതിവാണെങ്കിൽ, ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലാണ്, ഗേറ്റും എത്തുമ്പോ പഠിച്ചവൻ അൽഹംദുലില്ലാഹ് എനിക്ക് ഇങ്ങനെ ഒരു വീടുണ്ടാക്കാൻ പറ്റി, മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അത് പറഞ്ഞാൽ മതി. ആ വീട് നിലനിൽക്കുകയും ചെയ്യും, വേറെ അനുഗ്രഹവും കിട്ടും. ഇത് ചൊല്ലല് പതിവുണ്ടെങ്കിൽ സ്വർഗവും കിട്ടും. ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ മുഫസ്സിറുകൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മറക്കണ്ട, മുഹറം 10 നടന്നിട്ടുള്ള സംഭവ ബഹുലമായ ചരിത്രങ്ങളിൽ ശ്രദ്ധേയമായ സംഭവമാണ് യൂനുസ് നബി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തു വന്നത്. മഹാനവറുകൾ ചൊല്ലിയത് ആ പൂട്ട് തുറക്കാൻ ചൊല്ലിയ അത്ഭുതത്തിന്റെ മന്ത്രമാണ് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അമൽ ചെയ്യാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനേ. റബ്ബേ ഞങ്ങളോട് നീ കരുണ ചെയ്യണേ അല്ലാഹുവേ നിന്റെ സ്നേഹത്തിന്റെ നോട്ടം ഞങ്ങളോട് വേണം അല്ലാഹ്. പുണ്യ മുഹറമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഖൽബ് നന്നാക്കണേ അല്ലാഹുവേ നീ എന്ന ചിന്ത ഞങ്ങളുടെ മനസ്സിൽ തരണേ അല്ലാഹുവേ ഞങ്ങളുടെ ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ ഈ കൂടിയിരുന്ന് ആമീൻ പറയുന്നവരുടെ ഹലാലായ മുറാദ് ഹാസിലാക്ക് ഈ കൂടിയിരുന്ന് ആമീൻ പറയുന്നവരുടെ രോഗങ്ങൾ ശിഫയാക്ക് ഈ കൂടിയിരുന്ന് ആമീൻ പറയുന്നവരുടെ കടബാധ്യതകൾ വിട്ടണേ ഈ കൂടിയിരുന്ന് ആമീൻ പറയുന്നവർക്ക് റബ്ബേ ഇവിടെ വന്നു ചേരാൻ അവർ പ്രയത്നിച്ചതിന് അർഹമായ പ്രതിഫലം നൽകണേ ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകു ഞങ്ങളുടെ മഹലിൽ അഭിവൃദ്ധി നൽകു ബറക്കത്ത് നൽകു കൃഷിയിലും കച്ചവടങ്ങളിലും ബിസിനസ്സുകളിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാസികളിലും ഞങ്ങളുടെ പഠിക്കുന്ന മക്കളിലും നീ ബറക്കത്ത് നൽകണേ അല്ലാഹുവേ ഉസ്താദുമാർക്ക് ചെലവ് നൽകുന്ന വീടുകളിൽ ഐശ്വര്യമേറ്റി കൊടുക്കണേ വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് എളുപ്പമാക്കു വീടില്ലാത്തവർക്ക് വീട് നൽകു കടബാധിത ഉള്ളവരുണ്ട് റബ്ബേ കടങ്ങൾ വീട്ടണേ കടങ്ങൾ നീ തന്നതല്ലേ നീ തന്ന കടങ്ങൾ നീ വീട്ടാനുള്ള വഴികൾ നീ തരണേ അല്ലാഹുവേ റബ്ബേ വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങൾ നീ ചേർക്കണേ അല്ലാഹുവേ റബ്ബേ ഞങ്ങളുടെ പഠിക്കുന്ന മക്കളിൽ അച്ചടക്കം നൽകു അദബ് നൽകു ലഹരി ഉപയോഗത്തിൽ ഞങ്ങളുടെ മക്കള് പോവല്ലേ പരസ്ത്രീ ബന്ധത്തിലും കുടുംബത്തെ പറയിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളിലും പ്രണയ ബന്ധങ്ങളിലും ഞങ്ങളുടെ മക്കള് കുടുങ്ങല്ലേ നീ കാക്കണേ തമ്പുരാനെ അല്ലാഹുവേ മരിക്കുന്ന നേരം കലിമ ചൊല്ലാനുള്ള ഭാഗ്യം നൽകണേ റബ്ബേ ഞങ്ങളുടെ വളർത്തു മൃഗങ്ങളിൽ ബറക്കത്ത് നൽകണേ
മഴക്കാലമാ, പനിയും മറ്റു അസ്വസ്ഥതകളും ഉണ്ട് തമ്പുരാനെ. പനിയുള്ള കുടുംബങ്ങൾ ഒരുപാടുണ്ട് അല്ലാ. കുട്ടികൾക്ക് പനിയുണ്ട് അല്ലാ, നീ ശിഫയാക്കണേ അല്ലാ. ആരോഗ്യത്തിൽ നീ ഖൈറ് നൽകുക അല്ലാ, ആരോഗ്യത്തിൽ ബർക്കത്ത് നൽകുക അല്ലാ. പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കണേ അല്ലാ. റബ്ബേ, മരുന്ന് ഫലിക്കാത്ത രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. ഞങ്ങളൊക്കെ വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാ, വാഹനാപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ. അല്ലാഹുവേ, അസ്ഹാബുൽ ബദറിന്റെ കാവൽ തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കണേ അല്ലാ. അല്ലാഹുവേ, റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. പഠനം കഴിഞ്ഞ് ജോലി തേടുന്ന മക്കളുണ്ട്, നിലവിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. ഖൈറിന്റെ ജോലി നീ അടുപ്പിക്കുക അല്ലാ. ഗർഭിണികളായ സഹോദരിമാർക്ക് സുഖപ്രസവം നൽകുക അല്ലാ. ഗർഭിണിയായ മകൾക്ക് വേണ്ടി ദുആറക്കാൻ ഏൽപ്പിച്ചു, ഞങ്ങളോട് ദുആ ചെയ്യാൻ പറഞ്ഞേൽപ്പിച്ച പലരുമുണ്ട്. അല്ലാഹുവേ, ഞങ്ങളുടെ കൂട്ടത്തിൽ കുടുംബത്തിൽ ഗർഭിണികളായ സഹോദരിമാരുണ്ട്. അനുഗ്രഹീതമായ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ സദസ്സിന്റെ പോരിശ കൊണ്ട് നീ സുഖപ്രസവം കൊടുക്കുക അല്ലാ. അല്ലാഹുവേ, മക്കളില്ലാത്തവർക്ക് നീ മക്കളെ നൽകണേ അല്ലാ. അല്ലാഹുവേ, തന്ന മക്കൾ റബ്ബേ രണ്ട് ലോകത്തും സന്തോഷിക്കാൻ, മക്കളെ കൊണ്ട് സന്തോഷിക്കാൻ ഭാഗ്യം നൽകുക അല്ലാ. പൊന്നാര മക്കളെ കൊണ്ട് ഭൂമിയിലും റബ്ബേ ആഖിറത്തിലും ഞങ്ങളുടെ കണ്ണ് നനയല്ല അല്ലാ. പൊന്നാര മക്കളെ കൊണ്ട് കണ്ണ് നനയല്ല അല്ലാ. അല്ലാഹുവേ, പാസ്പോർട്ട് സംബന്ധമായ പ്രയാസം അനുഭവിക്കുന്ന മകന് വേണ്ടി ദ്വാരക്കാൻ റബ്ബേ ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. വീടിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ നീ എളുപ്പമാക്കുക അല്ലാ. മരണപ്പെട്ടവർക്ക് വേണ്ടി എമ്പാടും ദുആറക്കാൻ ഒരുപാട് പേര് പൈസ തന്നേൽപ്പിച്ചിട്ടുണ്ട് റബ്ബേ. മരണപ്പെട്ടവരുടെ ഖബറിടത്തിൽ ഈ മജ്ലിസിന്റെ സവാബ് എത്തിക്കുക അല്ലാ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പള്ളിയുടെ ചുറ്റുമന്ത്യ വിശ്രമം കൊള്ളുന്നവർ, ഞങ്ങളുടെ എല്ലാ മൗതാക്കളും റബ്ബേ അവരുടെ ഖബർ വിശാലമാക്കണേ അല്ലാ. അല്ലാഹുവേ, റബ്ബേ ഓൺലൈനിൽ ബിസിനസ് നടത്തുന്നവർക്ക് ബറക്കത്തിന് വേണ്ടി ദുആറക്കാൻ ബറക്കത്ത് നൽകണേ അല്ലാ, ബറക്കത്ത് നൽകണേ അല്ലാ. ഞങ്ങളുടെ മജ്ലിസുൻ നൂറിൽ ദുആറന്ന് ഉത്തരമുണ്ട് തമ്പുരാനെ. അങ്ങനെ ഉത്തരം കിട്ടിയതിന്റെ സന്തോഷത്തിൽ വീണ്ടും ദുആറക്കാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ, അവർക്ക് നടന്നു കണ്ട കാര്യത്തിൽ നീ ബറക്കത്ത് നിലനിർത്തണേ അല്ലാ. റബ്ബേ, പരീക്ഷ എഴുതിയ മക്കളിൽ റബ്ബേ ഉന്നത വിജയം നൽകുക അല്ലാ. അല്ലാഹുവേ, റബ്ബേ മകൾ നല്ല ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നു, റാഹത്തായ ജോലി നീ എത്തിക്കണേ അല്ലാ. അല്ലാഹുവേ, റബ്ബേ വിദേശത്തേക്ക് പോവാൻ ശ്രമിക്കുന്ന മക്കളുണ്ട്, ഖൈറിന്റെ കവാടം തുറക്കണേ അല്ലാ. ഹജ്ജ് ഉംറ ഞങ്ങളുടെ സ്വപ്നമാണ് തമ്പുരാനെ, നീ നിറവേറ്റി തരണേ അല്ലാ. ഹജ്ജിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് റബ്ബേ നീ വഴികൾ എളുപ്പമാക്കുക അല്ലാ. അല്ലാഹുവേ, റബ്ബേ റഹ്മാനായ തമ്പുരാനെ, ഞങ്ങളുമായി ബന്ധപ്പെട്ട പല ആളുകളും സ്ഥിരമായി മരുന്ന് കഴിക്കുന്നവരുണ്ട് റബ്ബേ. മരിക്കണവരെ മരുന്ന് കഴിക്കണമെന്ന് ഡോക്ടർ നിർദ്ദേശിക്കുന്ന അവസ്ഥയിൽ ഞങ്ങൾ ആരും എത്തല്ലേ അല്ലാ. അല്ലാഹുവേ, നിരന്തരം മരുന്നിൽ കഴിയുന്ന ആളുകൾക്ക് ആഫിയത്തിൽ ബറക്കത്ത് കൊടുക്കുക അല്ലാ. ഷുഗർ ഉള്ളവരുണ്ട് റബ്ബേ, പ്രഷർ ഉള്ളവരുണ്ട്, കൊളസ്ട്രോൾ ഉള്ളവരുണ്ട്, ശാരീരിക അസ്വസ്ഥതകൾ, ബ്ലോക്ക് ചെറുതാണ്, അതങ്ങ് പൊയ്ക്കോളും, മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ കഴിയുന്നവരുണ്ട് റബ്ബേ. ആപത്തൊന്നും വരല്ലേ അല്ലാ. പെട്ടെന്നുള്ള തളർച്ചകൾ, തകർച്ചകൾ കാക്കണേ അല്ലാ. റബ്ബേ, വർഷക്കാലമാണ്, ഇഴജന്തുവിന്റെ ശല്യത്തെ തൊട്ട് കാക്കണേ അല്ലാ. വിഷജീവികളിൽ നിന്ന് കാവല് നൽകണേ അല്ലാ. അല്ലാഹുവേ, നിന്നോട് ചോദിക്കാൻ ഞങ്ങളുടെ മനസ്സിൽ കുന്നോളമുണ്ട് അല്ലാ. നീ ഖാദിൽ ഹാജാത്തല്ലേ, നീ മുദബ്ബിറുൽ ഉമൂറല്ലേ റബ്ബേ. മുഹറം 5 എന്നത് ഈ ഉള്ളവന് നല്ലത് പറഞ്ഞു തന്ന പ്രിയപ്പെട്ട ഗുരുനാഥൻ സയ്യിദ് മുഹമ്മദ് കോയ ബഅലവി തങ്ങളുടെ ആണ്ടാണല്ലോ തമ്പുരാനെ. മുഹറം 7 എന്നത് ഇന്ന് അസ്തമിച്ചു. മഹാനായ ശൈഖുനാ ചെറുവാളൂർ ഉസ്താദിന്റെ ആണ്ട് ദിവസമാണ് അല്ലാ. ഇരുവരുടെയും ഖബറിടം റബ്ബേ സ്വർഗത്തിന്റെ കൊട്ടാരമാക്കണേ അല്ലാ. അല്ലാഹുവേ, അവർ ജീവിച്ചിരുന്നപ്പോൾ സാധുക്കളായ ഞങ്ങൾക്കൊക്കെ വേണ്ടി ദുആ എന്നിട്ടുണ്ട്. ആ ദുആകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار
ഗൾഫിലുള്ള മക്കൾക്ക് നീ അഭിവൃദ്ധി നൽകുക അല്ലാ, സന്തോഷം നൽകുക അല്ലാ, ജോലിയിൽ ബർക്കത്ത് കൊടുക്കുക അല്ലാ. വാഹനം ഓടിച്ച് കുടുംബം പുലർത്തുന്നവരുണ്ട് റബ്ബേ, വാഹനത്തിന് കേടുപാടുകൾ വന്ന് ഒരുപാട് പൈസ ചെലവാകുന്ന അവസ്ഥ വരുത്തല്ലേ അല്ലാ, ബർക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ മദ്രസയിൽ പഠിക്കുന്ന മക്കളെ നീ നന്നാക്കണേ അല്ലാ, നല്ല അദബുള്ള ഫഹമുള്ള ദീനുള്ള മക്കളാക്കുക അല്ലാ, നാടിന് ഉപകാരമുള്ള മക്കളാക്കുക അല്ലാ. മാതാപിതാക്കൾ ജീവിച്ചിരിക്ക പൊന്നുമക്കളെ നീ തിരിച്ചു വിളിക്കല്ലേ അല്ലാ, മാതാപിതാക്കൾ ജീവിച്ചിരിക്ക മക്കളെ കൊണ്ട് കരയേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന ഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബേ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് ആഫിയത്ത് കൊടുക്കുക അല്ലാ, മരണപ്പെട്ടവർക്ക് നീ ബർസഖിയായ ജീവിതത്തിന്റെ സന്തോഷങ്ങൾ അഖിലം കൊടുക്കണേ അല്ലാ. കുടുംബത്തോടൊപ്പം ദീർഘനാൾ നീ പൊരുത്തപ്പെട്ട വഴിയിൽ ഇസ്സത്തോടെ സന്തോഷത്തോടെ കഴിയാൻ, ഈമാൻ സലാമത്തായി മരിക്കാൻ നീ ഭാഗ്യം നൽകുക അല്ലാ. റബ്ബേ, എത്ര കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും വെള്ളിയാഴ്ച മഗ്രിബ് കഴിഞ്ഞ് നടക്കുന്ന ഖുർആൻ ക്ലാസ്സിലും മജ്ലിസുന്നൂറിലുമൊക്കെ പങ്കെടുക്കുന്ന സഹോദരിമാരുണ്ട്, ആഫിയത്ത് കൊടുക്കുക അല്ലാ. പ്രിയപ്പെട്ട സഹോദരിമാർ, റബ്ബേ, ഞങ്ങളുടെ സദസ്സിന്റെ അലങ്കാരമാണ്, അവരുടെ ആമീൻ നീ കബൂലാക്കുക അല്ലാ. ഞങ്ങളെക്കാൾ ഈമാനുള്ളവർ അവരാണ് അല്ലാ, ഞങ്ങളെക്കാൾ ഇബാദത്തുള്ളവർ അവരാണ് അല്ലാ, അവരുടെ ആമീൻ കബൂലാക്കണേ അല്ലാ. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.